ഗ്രാഫിക് ഡിസൈൻ മലയാളത്തിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ അധ്യായത്തിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫോട്ടോഷോപ്പ് വർക്ക് ഏരിയ എന്താണെന്ന് കൂടുതൽ മനസ്സിലാക്കാൻ പോവുകയാണ്. കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ ഫോട്ടോഷോപ്പ് എങ്ങനെ ഓപ്പൺ ചെയ്യാം, അതിലെങ്ങനെ ഇമേജ് ഓപ്പൺ ചെയ്യാം, പുതിയ ഒരു ഡോക്യുമെൻ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നൊക്കെ നോക്കിയിരുന്നു. അപ്പോൾ നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് പോകാം. ഫോട്ടോഷോപ്പ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ കാണുന്ന ഈ ഒരു ഏരിയ ആണ് ഫോട്ടോഷോപ്പിൻ്റെ വർക്ക് ഏരിയ എന്ന് പറയുന്നത്. ഇതിൽ ഏറ്റവും മുകളിൽ കാണുന്ന ഇതിനെയാണ് നമ്മൾ മെനു ബാർ എന്ന് പറയുന്നത്. കാണുന്നതാണ് മെനു ബാർ. അതിൽ ഫയൽ മെനു ബാർ ഉണ്ട്. അതിനകത്ത് പലതരം ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എഡിറ്റ്, ഇമേജ് മെനു ബാറിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ വീണ്ടും പല ഓപ്ഷൻസും കാണും. ഈ ഓപ്ഷനൊക്കെ നമ്മൾ ഇമേജ് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വരുന്ന അധ്യായങ്ങളിൽ പറയുന്നതാണ്. അതിനുശേഷം വരുന്നതാണ് ലെയർ മെനു. പിന്നെ വരുന്ന ടൈപ്പ് മെനു. അതായത് നമ്മൾ എന്തെങ്കിലുമൊക്കെ ടൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ ആ ടൈപ്പ് എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ടൈപ്പ് മെനുവിലെ ഓപ്ഷൻസൊക്കെ. അതിനുശേഷം വരുന്നതാണ് സെലക്ട് മെനു. ഫിൽറ്റർ മെനു ഉപയോഗിച്ചാണ് നമ്മൾ പല ചിത്രങ്ങൾക്കും ഫിൽറ്റർ ആഡ് ചെയ്യുന്നതും പല എഫക്റ്റുകൾ കൊടുക്കുന്നതും ഒക്കെ. അതിനുശേഷം 3D മെനു, പിന്നെ വ്യൂ മെനു, വിൻഡോ മെനു, ലാസ്റ്റ് വൺ ഹെൽപ്പ് മെനു. ഇത്രയും അടങ്ങുന്ന ഈ ഏറ്റവും മേളിൽ കാണുന്ന ഈ ഭാഗത്തിനെയാണ് നമ്മൾ മെനു ബാർ എന്ന് പറയുന്നത്. ഈ മെനു ബാറിൻ്റെ ലാസ്റ്റ് സൈഡിലായിട്ടാണ് ഫോട്ടോഷോപ്പ് മിനിമൈസ് ചെയ്യാനും മാക്സിമൈസ് ചെയ്യാനും ക്ലോസ് ചെയ്യാനുമുള്ള ബട്ടൺ കൊടുത്തിരിക്കുന്നത്. മിനിമൈസ് എന്ന് പറയുന്ന ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫോട്ടോഷോപ്പ് മിനിമൈസായി മാറും. പിന്നെ ഫോട്ടോഷോപ്പിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അത് ഓപ്പൺ ആയി വരും. ക്ലോസ് ചെയ്യണമെങ്കിൽ ഈ കാണുന്ന ക്ലോസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഇതായിട്ട് കാണുന്നതാണ് നമ്മുടെ ഈ വർക്ക് സ്പേസിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഈ ഒരു മെനു, ടൂൾ ബാർ എന്ന് പറയും. കാണുന്നതാണ് ടൂൾ ബാർ. ഈ ടൂൾ ബാർ ഉപയോഗിച്ചാണ് നമ്മൾ എഡിറ്റ് ചെയ്യുന്നത്. നമ്മൾ ഉപയോഗിക്കുന്ന ഇമേജസ് അല്ലെങ്കിൽ ടെക്സ്റ്റ് ഇതിനെയൊക്കെ എഡിറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടൂളുകളാണ് ഈ കാണുന്ന പലതരം ടൂൾസുകൾ. ഈ ഓരോ ടൂളിൻ്റെ മേലെ കൊണ്ടിങ്ങനെ ഒന്ന് കൺസിഡർ പിടിക്കുകയാണെങ്കിൽ ഇവിടെ അത് തെളിഞ്ഞ് കാണുന്നതാണ് എന്തിനാണ് ഈ മെനു ഈ ടൂൾ ഉപയോഗിക്കുന്നത്. ഓരോന്നിൻ്റെ മേലിൽ അവർ എഴുതിയിട്ടുണ്ട്, പേരുണ്ട്. ഇത് റെക്റ്റാങ്കുലർ മാർക്കിംഗ് ടൂൾ, ഇത് ലാസോ ടൂള്, അങ്ങനെ ഏതിൻ്റെ മേളിൽ കൊണ്ട് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഓരോ ടൂൾസിൻ്റെയും ഡീറ്റെയിൽസ് നമുക്ക് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ ഓരോ ടൂളിൻ്റെയും കൂടെ കുറച്ച് ഓപ്ഷൻസും കൂടെ, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ടൂളാണ് ഒരു ടൂളിനകത്ത് കാണുന്നത്. അതിവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ കാണാൻ പറ്റും. ഇവിടെ ക്ലിക്ക് ചെയ്ത് പിടിച്ചാൽ മതി ഒരു ടൂളിൻ്റെ കൂടെയുള്ള മറ്റു ടൂളുകൾ. അപ്പം റെക്റ്റാങ്കുലർ ടൂളിൽ നമ്മളിങ്ങനെ ക്ലിക്ക് ചെയ്ത് പിടിച്ചാൽ അതിൻ്റെ ഓപ്ഷൻസായ റെക്റ്റാങ്കുലർ മാർക്കിംഗ്, എലിപ്റ്റിക്കലുണ്ട്, സിംഗിൾ റോ ഉണ്ട്, സിംഗിൾ കോളം ഉണ്ട്. അത് എല്ലാ ടൂൾസിനും അങ്ങനെയുണ്ട്. ഏതിൽ ക്ലിക്ക് ചെയ്താലും അതിൻ്റെ കൂടെ ഗ്രൂപ്പായിട്ട് ഒരു 2-3 ടൂള് കൂടി വേറെ ഉണ്ട്. ഇതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വരുന്ന അധ്യായത്തിൽ പറയുന്നതാണ്. അടുത്തതായിട്ട് നമുക്ക് ഓപ്ഷൻ ബാറിനെ പരിചയപ്പെടാം. ഈ കാണുന്ന ഏരിയയാണ് ഓപ്ഷൻ ബാർ എന്ന് പറയുന്നത്. ഈ കാണുന്ന ഭാഗമാണ് ഓപ്ഷൻ ബാർ. ഓപ്ഷൻ ബാർ എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ടൂൾ ബാറിൽ നിന്നും ഏതെങ്കിലും ഒരു ടൂൾ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ അതിനുള്ള കുറച്ച് ഓപ്ഷൻസ് ഈ ഭാഗത്ത് വരുന്നതിനാണ് അതിനാണ് ഓപ്ഷൻ ബാർ കാണുന്നത്. റെക്റ്റാങ്കുലർ സെലക്ട് ചെയ്താൽ ഓപ്ഷൻ ബാറിൽ റെക്റ്റാങ്കുലറിൻ്റെ പല ഓപ്ഷൻസും കാണും. അതുപോലെ തന്നെ ഐഡോപ്ലർ ടൂൾ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ കുറച്ച് ഓപ്ഷൻസ് ഈ ടൂൾ ബാറിൽ ഓപ്ഷൻ ബാറിൽ കാണാൻ കഴിയും. അപ്പോൾ ഇതിൽ ടെക്സ്റ്റ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ ടെക്സ്റ്റിൻ്റെ ഓപ്ഷൻസ് ഈ ബാറിൽ കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് ഓപ്ഷൻ ബാർ എന്ന് പറയുന്നത്.
റൈറ്റ് സൈഡിൽ കാണുമ്പോൾ ഈ പാനൽസുകളെ കുറിച്ചാണ്. ഇതാണ് പാനൽസ് എന്ന് പറയുന്നത്. ക്യാരക്ടർ പാനൽ, അതുപോലെ തന്നെ സെർച്ചസ് പറയുന്നത് കളർ കൊടുക്കാനുള്ളതാണ്. കളർ പാനൽ. ഈ പാനലൊക്കെ ഉപയോഗിച്ചാണ് നമ്മൾ ഫോട്ടോസൊക്കെ എഡിറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. ഇതാണ് റൈറ്റ് സൈഡിൽ കാണുന്ന പാനലുകൾ. ഇനി ഇതിൻ്റെ സെൻറ്ററിലേക്ക് വരുമ്പോൾ ഇപ്പോൾ ഒരു ഇമേജ് ഇവിടെ ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതാണ് നമ്മുടെ വർക്ക് ഏരിയയിലെ ഡോക്യുമെൻ്റ് വിൻഡോ എന്ന് പറയുന്നത്. നമ്മൾ സെൻറ്ററിലായിട്ട് കാണുന്ന ഈ ഭാഗമാണ് ഡോക്യുമെൻ്റ് വിൻഡോ. ഡോക്യുമെൻ്റ് വിൻഡോ. അപ്പം ഓരോ ഡോക്യുമെൻ്റ് നമ്മൾ പേര് കൊടുത്തിട്ടുണ്ടായിരിക്കും. ആ പേരാണ് ഇവിടെ കാണുന്നത്. ഇതിൻ്റെ ഡോക്യുമെൻറ്റിൻ്റെ ടൈറ്റിൽ ബാറിൽ ഇതിൻ്റെ പേര് കാണുന്നതാണ്. ഇത് ക്ലോസ് ചെയ്യണമെങ്കിൽ ഈ ക്ലോസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ ഫയലിനകത്ത് ക്ലോസ് കൊടുക്കുകയോ ചെയ്യണം.